welcome to our English class. അപ്പൊ നോക്കൂ മക്കളെ, നമ്മുടെ ഹു ഈസ് ആർ നെയ്ബർ എന്നുള്ള ചാപ്റ്റർ നമ്മൾ എന്താണ് പഠിച്ചു തുടങ്ങി. നമ്മൾ കഴിഞ്ഞിട്ടില്ല, പഠിച്ച് നമ്മളിങ്ങനെ തുടങ്ങി. നമ്മുടെ ലിസിയും നമ്മുടെ സാമും എന്താണ് അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരെ കാണാൻ വേണ്ടി ആകാംക്ഷയോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കാനല്ലേ. യെസ്, അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മിസ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിന്റെ ആക്ടിവിറ്റിയാണ്. ഇവിടെ നോക്കിയേ നിങ്ങള്, there are many types of houses. Some are big, some are small. Some houses have 2 or 3 rooms. Some houses have many rooms. These rooms have different uses. Look at the pictures given below and write the names of the rooms. എന്താ മനസ്സിലായേ? What did you understand actually? എന്താ മനസ്സിലായി? മിസ് ഒന്നും കൂടി പറഞ്ഞുതരാം. There are many types of houses. ഒരുപാട് പല തരത്തിലുള്ള വീടുകൾ എന്തിട്ട് നമ്മൾ കാണാറുണ്ട്. ചില കുഞ്ഞു വീടുകൾ നമ്മൾ കാണാറുണ്ട്, വലിയ വീടുകൾ കാണാറുണ്ട്, കൊട്ടാരം പോലുള്ള വീടുകൾ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ ഒരുപാട് എന്താണ് ടൈപ്പ് ഓഫ് ഹൗസസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ട് സം ആർ ബിഗ് ആൻഡ് സം ആർ സ്മോൾ. ചിലത് എന്തായിരിക്കും ഭയങ്കര ബിഗ് ആയിരിക്കും, ചിലത് എന്തായിരിക്കും സ്മോൾ ആയിരിക്കും. സം ഹൗസസ് ഹാവ് 2 or 3 റൂംസ്. ചിലതിന് എന്തുണ്ടായിരിക്കും 2 റൂം ഉണ്ടാവും, ചിലതിന് 3 അതിലധികം റൂംസ് ഉണ്ടാകും. സം ഹൗസസ് ഹാവ് മെനി റൂംസ്. ചിലതിന് എന്തുണ്ടാകും, ഒരുപാട് റൂംസ് ഉണ്ടാകും. ദീസ് റൂംസ് ഹാവ് ഡിഫറെന്റ് യൂസസ് ടു. ഈ റൂംസിനൊക്കെ എന്തുണ്ടാവും, ഓരോ ഉപയോഗങ്ങളും ഉണ്ടാവും. വെറുതെ നമ്മൾ റൂം എടുത്തിടോ, വെറുതെ അടിച്ചായി തൊടിച്ച് ഇങ്ങനെ ക്വിക്കാവാൻ നമ്മൾ റൂം എടുത്തിട്ടോ? നോ, നമുക്ക് എന്തുണ്ടാവും, നമ്മൾ റൂം എടുക്കുന്ന സമയത്ത് അത് പ്രത്യേക ഉപയോഗം ഉണ്ടാവും. ഇവിടെ നോക്ക് നിങ്ങള്, 6 റൂംസ് തന്നിട്ട് നമുക്ക് 6 റൂംസ് ഇൻ എ ഹോം ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തിൽ എന്തുണ്ട്, നല്ല ഷവർ ഉണ്ട്, അതേപോലെ ബക്കറ്റ്, മഗ്, സോപ്പ് വെക്കുന്ന സാധനം ഉണ്ട്, ടാപ്പ് ഉണ്ട് അല്ലെ. നെക്സ്റ്റ് വൺ എന്താണ്, ബെഡ്റൂം പോലെ ഉണ്ട് അല്ലെ. നമ്മൾ ബെഡ്റൂം പോലെ ബെഡ്റൂം ആണ്, ബെഡ് ഉണ്ട്, അടുത്ത് ഫ്ലവേഴ്സ്, വിൻഡോ ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്, സ്റ്റൗ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമാണ്. അടുത്ത് TV ഉണ്ട്, സോഫ സെറ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇവിടെ നോക്കി നല്ലൊരു ഡൈനിങ് ടേബിളിന്റെ മേലെ നിറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നോക്ക്, അടുത്ത ചിത്രത്തിൽ നമ്മൾ എന്താ കാണുന്നത്, ഇവിടെ ഫുൾ എന്തുണ്ട്, ഓരോ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അടുക്കും ചിട്ടയോട് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്ത്, നമ്മുടെ 6 റൂംസ്. ഇനി നമ്മള് can you say what do we do in these rooms? Can you say what do we do in these rooms? നമ്മൾ എന്താണ് ഈ റൂമിൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? നോക്ക് ഇവിടെ ഫസ്റ്റ് വൺ എന്താണ്, ഇറ്റ് ഈസ് ബാത്റൂം. നമ്മൾ എന്ത് ചെയ്യാ, വി മേക്ക് us ക്ലീൻ അല്ലെ. നമ്മൾ എന്തെങ്കിലും വൃത്തിയാക്കുന്ന സ്ഥലമാണ് ബാത്റൂം അല്ലെ. നെക്സ്റ്റ് നോക്കി നിങ്ങൾ, ഡൈനിങ് റൂമിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കും അല്ലെ. നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സ്ഥലമാണ് എന്ത്, ഡൈനിങ് റൂം അല്ലെ. നമ്മളൊന്ന് ചുറ്റുപാട് ഇരുന്ന് എല്ലാവരും ഇരിക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്, ഡൈനിങ് റൂം. നെക്സ്റ്റ് വൺ ഏതാണ്, ഇറ്റ്സ് ബെഡ്റൂം എന്താ, നമ്മൾ കിടന്നുറങ്ങുന്ന സ്ഥലമാണ് അല്ലെ, ബെഡ്റൂം. നെക്സ്റ്റ് എന്താ നോക്ക്, ഡ്രോയിങ് റൂം ഉണ്ട്. ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞ എന്താ, നല്ല സോഫ സെറ്റ് ഒക്കെ ഇട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗസ്റ്റ് ഒക്കെ വന്നാല് അവർ ഇരുത്തുന്ന സ്ഥലം എന്ത്, ഡ്രോയിങ് റൂം അല്ലെ. ഡ്രോയിങ് റൂം നിങ്ങൾക്ക് എന്താ, വരയ്ക്കാനുള്ള റൂമാണോ? അങ്ങനെയല്ല. ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞ എന്താ, ഒരു ഗസ്റ്റ് റൂം പോലെ, ആളുകളൊക്കെ വന്ന് നമ്മളൊന്ന് ഇരുത്തുന്ന സ്ഥലം ഇല്ലേ, സോഫയില്, അതാണ് എന്ത്, ഡ്രോയിങ് റൂം. അടുത്ത് നോക്കിയേ, ഇറ്റ് ഇസ് കിച്ചണാണ് അടുത്തത്. കിച്ചണിൽ നമ്മൾ എന്താ ചെയ്യാ, ഭക്ഷണം ഉണ്ടാക്കും. ഒരു വീട്ടില് നമ്മൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഏതാ സ്ഥലോ, ദാറ്റ് ഈസ് എ കിച്ചൺ ആണ് അല്ലെ. അടുത്ത് നോക്കിയേ നിങ്ങള്, മാച്ച് ദ റൂംസ് വിത്ത് ദ യൂസേഴ്സ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 1 2 3 4 5 6 6 റൂംസ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ്, മാച്ച് ദ ഫോളോവിങ്. നമ്മളോട് പറയുന്നത് മാച്ച് ചെയ്യാനാ പറയുന്നത്. ഇവിടെ ഏത് റൂം എന്തിനു ഉപയോഗിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ബെഡ്റൂം. നമ്മൾ എന്തിനാ ബെഡ്റൂം ഉപയോഗിക്കുന്നത്, പറഞ്ഞേ, ടു കുക്ക് ചെയ്യാനാണോ, ടു വെൽക്കം ഗസ്റ്റിനെ വെൽക്കം ചെയ്യാനാണോ, ടു ടേക്ക് ബാത്ത് ചെയ്യാനാണോ, ടു സ്ലീപ്പ് ഉറങ്ങാനാണോ? വി നോ ദാറ്റ് നമ്മൾ എന്ത് ബെഡ്റൂം ഉപയോഗിക്കുന്നത്, ടു സ്ലീപ്പ് ഉറങ്ങാൻ അല്ലേ. സോ വി ക്യാൻ ഡ്രോ ടു ഹിയർ. Now the next one, bathroom. എന്തിനാ നമ്മൾ ബാത്റൂം ഉപയോഗിക്കുന്നത്, എന്താ സൊറ പറയാനാ, അല്ലെങ്കിൽ വെറുതെ പോയിരിക്കാനാ, ഭക്ഷണം ഉണ്ടാക്കാനാണോ? നോ, we know we use bathroom too. എന്തിനാ അവിടെ, to take bath. നമ്മൾ എന്ത് ചെയ്യും, കുളിക്കുന്നതിനെ, കുളിക്കാനും നമ്മളെ
വൃത്തിയാക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നമ്മള് ബാത്റൂം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഡ്രോയിങ് റൂം. നമ്മൾ പറഞ്ഞു നല്ല ഭംഗിയിൽ നമ്മൾ സോഫയൊക്കെ ഇട്ട് നല്ല മാറ്റൊക്കെ നിലത്ത് വിരിച്ച് അല്ലെ, ഒരു ടി വി ഒക്കെ മതിൽ ഇങ്ങനെ വലിയ ടി വി ഒക്കെ വെച്ച് വളരെ റിലാക്സ്ഡ് ആയി നമ്മൾ ഗസ്റ്റ് ഒക്കെ വന്നാൽ എന്താണ് എല്ലാവരെയും സ്വീകരിച്ചിരുത്തുന്ന സ്ഥലമാണ് ഇത്. ഇറ്റ് ഈസ് ഡ്രോയിങ് റൂം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ, ഇറ്റ് ഈസ് to welcome guest. Okay, next one നോക്ക് ഇവിടെ dining room. Dining room എന്തിനാ, to eat. To eat. Next one എന്താ, it is store room. എന്തിനാ നമ്മൾ store room ഉപയോഗിക്കുന്നത്, store room എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്, to store things. അടുത്ത നോക്ക്, it is kitchen. kitchen നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്, kitchen to cook. ഭക്ഷണം ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കിച്ചൺ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പൊ നമ്മൾ ഹൗസ് അല്ലെ, ഹൗസും ഹോമും എന്താ നമ്മൾ ഇന്നലെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിച്ചത് എന്താ, റൂംസ് ഇൻ ഹോം. ഒരു വീട്ടിലുള്ള മുറികൾ, എന്തിനൊക്കെയാണ് ആ മുറികൾ ഉപയോഗിക്കുന്നത് അത് നമ്മൾ പഠിച്ചില്ലേ എന്ന്. അപ്പൊ ഇനി പരീക്ഷയ്ക്ക് ചിത്രം തന്നിട്ട് നിങ്ങളോട് റൂം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാലോ, ചെയ്തൂടെ ഇനി? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത എക്സസൈസുമായിട്ട് എന്ത് ചെയ്യും മിസ് അടുത്ത വീഡിയോയിൽ വരും. Till that you all should take care and you should wait for me. Okay, so see you soon with a new video. Bye.